സൂചന മുന്നേ വരിക എന്നുള്ള സംഭവം അങ്ങനെ മുന്നിലേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചേച്ചിക്ക് പറയാനുണ്ടാവുക? ഇപ്പൊ ഐശ്വര്യ ചോദിച്ചത് അങ്ങനെ സൂചിച്ചേട്ടൻ മുന്നിൽ വന്നിരുവാണെങ്കിൽ എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട് സൂചിച്ചേട്ടൻ്റെ അടുത്ത്. അത് എൻ്റെ ഈ പ്രഷർക്ക് ഞാൻ പറയുവാണ്. പ്രഷർ എടുത്ത് സൂചിച്ചേട്ടൻ മരിക്കുന്നതിൻ്റെ അന്ന് ഏതാനും മണിക്കൂറിന് മുന്നേ അപ്പം നേരത്തെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്, ഏട്ടാ വേഗം വാ. അപ്പം ഏട്ടൻ പറഞ്ഞു ഔട്ടെ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഏട്ടാ ഇത്ര ലേറ്റ്, എന്നെ അടുക്കുക അവിടെ റൂമിൽ എന്നെ അടുക്കുക, വേഗം വായു എന്ന് പറഞ്ഞു. ഔട്ടെ ഞാൻ വരുവാ ഔട്ടെ, അപ്പം പൈസ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ ചുമ്മാ പറയല്ലേ, ചേട്ടൻ നാളെ വേറെ വല്ല ഷൂട്ടിന് പോലെ ഇങ്ങടാണോ വരുന്നത്? ഇങ്ങട് തന്നെയാ വരുന്നത് ഔട്ടാ പറഞ്ഞു ഞങ്ങൾ സൗന്ദര്യപ്പിണക്കമാണല്ലോ, ചെറുതായിട്ട് വഴക്ക് നടന്ന്, വേറൊന്നുമല്ല, വേഗം വാ എന്നുള്ള ഒരു ഇതിൽ എനിക്ക് കാണണം, ഏട്ടനെ കാണണം, കുഞ്ഞിന് വയ്യ, പപ്പായ്ക്ക് വയ്യ, അപ്പൊ ഏട്ടനും വയ്യ, എന്നാ വേഗം വായോ എന്നുള്ള രീതി. എന്താ പറഞ്ഞ് ഞാൻ പിണങ്ങുവാ, എന്നാ വേഗം വരുന്നില്ലോ, ചേട്ടൻ ഇതുവരെയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ലോ എന്ന് പറഞ്ഞു. ഞാൻ പിണങ്ങി ഏട്ടൻ്റെ അടുത്ത്. പിണക്കുവാന്ന് പറഞ്ഞിട്ട് സ്മൈലി അയച്ചു. ചേട്ടൻ പറഞ്ഞു കരയുന്ന സ്മൈലി ചേട്ടൻ ഇങ്ങോട്ട് അയച്ചിട്ട് വാവുട്ട പിണങ്ങല്ലേ വാവുട്ട, ഞാൻ വേഗം വരാം എൻ്റെ പൊന്നെ, ഞാൻ വരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ചാറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചാറ്റ് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടനോട് ഞാൻ പിണക്കോ, എന്നോട് മിണ്ടണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് സൂചേട്ടൻ ഒരു ഫോട്ടോ അയച്ചു തന്നെ, ലാസ്റ്റ് സെൽഫി, ടിനിച്ചേട്ടനും പ്രചോദനനും ഒക്കെ ആയിട്ട് സൂചേട്ടൻ എടുത്ത് ലാസ്റ്റ് സെൽഫി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. സൂചേട്ടൻ്റെ പല്ലുവേദന നിരപ്പളാണ് ഞാൻ അറിയുന്ന, ഏട്ടൻ്റെ പല്ലുവേദനയാണല്ലോ. അയ്യോ, അപ്പൊ ഞാൻ ചുമ്മാ പിണങ്ങുന്നേ, ആ ഒരു 5 മിനിറ്റ് പോലും ഞങ്ങളുടെ പിണക്കം നിൽക്കത്തില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഏട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അയക്കാം. അപ്പൊ ബ്ലാക്ക് ടിക്കേ വീഴുന്നില്ല. അപ്പൊ കാറ് കയറിയെന്ന് തോന്നി. അപ്പൊ ഞാൻ ഏട്ടോ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടൊന്നും റീഡ് ആവുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പിണക്കം മാറി ഏട്ടാ എന്നൊരു ലവ് ചിഹ്നം ഞാൻ ഇട്ട് കൊടുത്തു, പിണക്കം മാറിയെന്ന് അറിയിക്കാൻ. പക്ഷെ ആ ലവ് ചിഹ്നം ഏട്ടൻ കണ്ടില്ല. അത് കണ്ടില്ല, സീനായില്ല. കാരണം എനിക്ക് എൻ്റെ ഏട്ടൻ്റെ അവസാനം പോയത് ഇനി ഏട്ടൻ എന്നെ അറിയാം, 5 മിനിറ്റ് പോലും ഞങ്ങളുടെ പിണക്കം നിൽക്കത്തില്ലെന്നറിയാം. പക്ഷെ എൻ്റെ ഏട്ടൻ മുന്നിൽ വന്നാൽ ഞാൻ അതേ പറയത്തുള്ളൂ, ഏട്ടൻ എനിക്ക് ഒരു പിണക്കവും ഇല്ലായിരുന്നേ. കാരണം അത് റീഡായില്ലടാ. ഏട്ടൻ ആ 2 ബ്ലൂ ടിക്ക് വീണിട്ട് എന്തായാലും വിധി ഏട്ടനെ കൊണ്ടുപോയി. എൻ്റെ ആ ഒരു ബ്ലൂ ടിക്ക്, എൻ്റെ ലവ് ചിഹ്നം, എനിക്ക് പിണക്കമൊന്നുമില്ല ഏട്ടാന്നുള്ളതിൻ്റെ ആ സിമ്പൽ ഇട്ട് കൊടുത്ത ഏട്ടൻ അത് കണ്ടിട്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ഏട്ടൻ സമാധാനം. ഏതായാലും ചേട്ടൻ്റെ വിധി, ചേട്ടൻ പോയി. ആ സമയത്ത് ചേട്ടൻ